ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാനേ ഒരു 5 മാസം മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. വേറെ ഒന്നും കൂടെയല്ല ഞാൻ ചെയ്യാതിരുന്നത്. എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വളരെ സങ്കടകരമായൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലും അല്ലായിരുന്നു ഞാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇത് ഞാൻ ഒരു 5 മാസം മുമ്പ് ഞങ്ങളുടെ സെൻറ്ററിൽ നിന്ന് ഞങ്ങളുടെ കെയർ ഹോമിൽ നിന്ന് അങ്ങനെ ഒരു ട്രിപ്പ് പോയി. ഒരു 4 ഡേയ്സ് ഞങ്ങളുടെ പേഷ്യൻസിനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ ഈ പോകുന്ന വഴി ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ഉള്ളോട്ടാ ദൂരം. അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. പോകുന്ന വഴിയാണെങ്കിലോ വളരെ മനോഹരമാണ് കേട്ടോ. അങ്ങനെ കുന്നും കുറേ ഭംഗിയുള്ള വീട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വില്ലേജൊക്കെ കാണണം, അവിടുത്തെ വീടുകളൊക്കെ കാണണം. എൻ്റെ പൊന്നോ, സൂപ്പറാട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഡ്യൂട്ടി. അത് ഞങ്ങൾ ജോലിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഡ്രൈവറാണ് എടുത്തോളാൻ പറഞ്ഞ് പതുക്കെ പതുക്കെ ആട്ടോ പുള്ളി പോയുള്ളൂ. അപ്പം അങ്ങനെ എന്തായാലും കുറേ വീഡിയോസൊക്കെ ഞാനത് എടുത്തിരുന്നു. നല്ല ഭംഗിയുണ്ട് ആ ഏരിയ. അപ്പം എനിക്കൊന്ന് ഇന്ന് കാണിക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറേ നാൾ മുമ്പ് എടുത്ത വീഡിയോസ് ഈ ദിവസങ്ങളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫ്രണ്ട്സിന് കുറേ ഗ്രൂപ്പുകളും ഉണ്ടാവും, ഫേസ്ബുക്കിലായാലും എവിടെയായാലും. അപ്പോൾ പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അവരോട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയണം കേട്ടോ. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് പറയുന്നതാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതാ ഇവിടെ ഞങ്ങളുടെ യാത്ര വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടോ. ടൗണിൽ നിന്ന് ഞങ്ങളിതിപ്പോൾ ഇങ്ങോട്ട് കിടന്നു. അത് ഹൈവേ ആണ്. നേരെ പോകണം. അത് ഈ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, സ്റ്റിൽ നമ്മൾ ഈ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പം യാത്ര തുടങ്ങിയിട്ടുള്ളൂ വില്ലേജിലേക്ക് അങ്ങനെ പോകുന്ന വഴിയാണ്. ഇത് കണ്ടോ, അങ്ങനെ കുറേ ദൂരം പോയതിന് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. ഇത് ഞങ്ങളിങ്ങനെ യാത്ര പോകുന്തോറും അത് കുറേ കഴിഞ്ഞിട്ടാണ്, എന്നാലും ഞാൻ നേരത്തെ പറയുന്നതെന്നുള്ളൂ. ഈ ക്ലൈമറ്റ് അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്, മേഘങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ യാത്ര ഒത്തിരി പോയിട്ടുണ്ടാകും. ഞാൻ ഈ പറഞ്ഞോണം കുറേ കാലം എനിക്ക് ഈ പുറത്തായിരുന്നെങ്കിൽ പോലും ഞാനങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് എന്നോട് നിങ്ങൾ പോകാൻ ഇവരുടെ കൂടെ വില്ലിങ് ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം എനിക്കൊന്ന് സ്ഥലങ്ങൾ കാണുമെന്ന് തോന്നി. അപ്പോൾ നല്ല ഭംഗിയാണ് 2 സൈഡ്. ആ സൈഡൊക്കെ കണ്ടോന്നേ, അതൊക്കെ പാടങ്ങളില്ലേ നമ്മുടെ ഇവരുടെ ഈ എന്താ പറയുക, ഈ ചോളം, ഗോതമ്പ്, പിന്നെ നെല്ലുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം അതുപോലെ ഈ നമ്മുടെ ഈ ഗോതമ്പിൻ്റെ ഒക്കെ ഇതില്ലേ, അതിൻ്റെ വൈക്കോല്, നമ്മളെ നെല്ലിൻ്റെ വൈക്കോലുകൾ കൂട്ടി വയ്ക്കുന്ന പോലെയൊക്കെ കൂട്ടി ഇങ്ങനെ ചുരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് തിരിച്ച് വരുമ്പോൾ ഞാൻ കാണിക്കാം. ഞാൻ ഈ സൈഡിലാണ്, ഞാൻ റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തിരിച്ച് വരുമ്പോൾ അതൊക്കെ എടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ അധികം ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഇവർ ഈ കൂട്ടി വെച്ചിരിക്കുന്ന പാലക്കാട് സൈഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ പോകുന്ന വഴി എന്ത് രസം, ആകാശങ്ങളും അതിൻ്റെ സൈഡിൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ നീല കളറും, ശരിക്കും ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇപ്പം ഞാൻ ഈ യൂറോപ്പിൽ എന്താ പറയുക, ആക്ച്വലി ഈ ക്രൊയേഷ്യയിൽ മാത്രം വന്നുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ആകാംക്ഷ. പക്ഷേ ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും പോയി കണ്ടിട്ടില്ല ഇത്രയും അപ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അവധികൾ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് ഇപ്പോഴൊന്നുമില്ല, ഇപ്പോൾ ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ. പതിയെ ഇത് കണ്ടോന്നേ, ആകാശം എന്താ രസം. എനിക്ക് ഫ്രണ്ടിലിരിക്കാൻ തന്നെ എനിക്ക് കിട്ടിയത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. ഇനി നിങ്ങളിതൊന്നും കണ്ടിട്ട് പറയും ഞാൻ എന്താ പറയുന്നതെന്ന്. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ എപ്പിസോഡും ഇതും ഒരു ഇതിൽ പോയ കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഏകദേശം ഒരു 2-3
എപ്പിസോഡ് വരും. പക്ഷെ ഞാനത് 2 3 എപ്പിസോഡിൽ തീർക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്. നല്ല രസമാണ് ഈ ആകാശങ്ങളും. എൻ്റെ ദൈവമേ! എനിക്കിത് ഫാസ്റ്റായിട്ട് അടിച്ച് കളയാനും തോന്നുന്നില്ല. നിങ്ങളെ ഇന്ന് ഇതിൻ്റെ ഭംഗിയൊന്ന് കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫാസ്റ്റായിട്ട് കാണിക്കാത്തത് കേട്ടോ. ഒന്ന് കാണണേ, ഇതിൻ്റെ ഭംഗി ഒന്ന് കാണുക. ഞാൻ മ്യൂസിക് ഇടാം. ഓക്കെ. അപ്പം ഇടയ്ക്ക് നമുക്ക് പറയാം. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന കേട്ടോ. മറ്റേ വണ്ടിയുടെ സൗണ്ടൊന്നും കാരണം കേൾക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് കൂടുതൽ അട്രാക്ഷനായിട്ട് തോന്നിയത് ഓരോ സ്ഥലം ഞങ്ങൾ പിന്നിടുമ്പോഴും ഈ ആകാശം കളറ് മാറുക, ടോട്ടൽ സൺലൈറ്റ് ചേഞ്ചായി വരുന്നത്. എന്താ ഭംഗിയെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അവരോടൊന്നും ഇവർക്കൊരു ടൈമിംഗ് ഉണ്ട്. ഞങ്ങളുടെ സെൻട്രലിലെ ആംബുലൻസാണ്. അവർക്ക് തിരിച്ച് ചെന്നിട്ട് ഇവിടെ ആക്കിയിട്ട് തിരിച്ച് ചെന്നിട്ട് വേറെ സെൻറ്ററിലെ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുമെന്ന് തോന്നുന്നു. രണ്ട് കെയർ ഹോമുകളിലെ ആൾക്കാരാണ് ഇപ്പോൾ ഈ പ്രാവശ്യം പോകുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ അവർക്കൊരു ടൈമിംഗ് ഉണ്ട്. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതന്നെ എനിക്കൊരു നല്ലൊരു ഭാഗ്യം. അവർ മിണ്ടാതിരുന്നു എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പുള്ളി പതുക്കെയാണ് ഓടിക്കുന്നത്. എൻ്റെ കൂടെയുള്ള വേറെ സ്റ്റാഫുകളുണ്ട്, എൻ്റെ കൊളീഗ്സ് ഉണ്ട്. അവരൊക്കെ പുറകിലിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഫസ്റ്റ് നമ്മുടെ അണ്ടർ പാസ്സാട്ടോ. ഇതൊരു 3-4 പാസ് ചെയ്തെന്ന് തോന്നുന്നു. ഓരോ പാസേജും കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെ ഡിഫറെൻ്റ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ. ഇത് കണ്ടില്ലേ, എന്താ രസം. ഇനിയിപ്പം വീണ്ടും കേട്ടോ കുറേ കഴിഞ്ഞിട്ട് ഒരു അണ്ടർ പാസ് ഉണ്ട്. അത് കഴിയുമ്പോഴും എന്താ പറയുക, ആകാശം വേറെ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. അപ്പം ഞാനിത് അങ്ങനെ അടിച്ച് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ നിങ്ങളത് കാണണം കേട്ടോ. ഒരു അണ്ടർ പാസും ഇപ്പം ഈ അണ്ടർ പാസേജിൽ കൂടെ ഞങ്ങൾ ലാസ്റ്റിലത്തെ കവർ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ദൈവമേ, ഏതോ നമ്മുടെ സ്വർഗത്തിലേക്ക് ഈ വണ്ടി കയറിച്ചിരുന്നത് പോലെയാണ്. മഴയും ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പം കാണുക കേട്ടോ. ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ബാലൻസ് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം കേട്ടോ. ബൈ.